ഹായ് ഓൾ, LSS പാത്ത്ഫൈൻഡറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിസര പഠനത്തിലെ ആദ്യ പാഠമായ ജീവികളും ചുറ്റുപാടും എന്നതിലെ കുറച്ച് ചോദ്യങ്ങളാണ്. നിങ്ങൾ ഈ പാഠഭാഗം 2-3 തവണ വ്യക്തമായി വായിക്കുക. അതിനുശേഷം ഈ വീഡിയോ കൂടി കാണുക. എല്ലാവരും തയ്യാറല്ലേ? എന്നാൽ ചോദ്യത്തിലേക്ക് കടന്നാലോ മക്കളെ? ആദ്യത്തെ ചോദ്യം, കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? സിംഹം, പുലി, പൂച്ച, കാക്ക, പശു, എലി തുടങ്ങിയവ. അടുത്ത ചോദ്യം, വെള്ളത്തിൽ ജീവിക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? മീൻ, ഡോൾഫിൻ, തിമിംഗലം. അടുത്ത ചോദ്യം, കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? തവള, ആമ, സാലമാൻഡർ, ന്യൂട്ട്, നീർക്കോലി. അടുത്ത ചോദ്യം, മരുഭൂമിയിൽ ജീവിക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഒട്ടകം, കങ്കാരു എലികൾ. അടുത്ത ചോദ്യം, ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ ഏവ? പെൻഗ്വിൻ, ധ്രുവക്കരടി. അനുകൂലനം എന്നാൽ എന്ത്? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തിന് ജീവിക്കുന്നതിന് സഹായകരമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. അടുത്ത ചോദ്യം, തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയിലുള്ള ജലജീവി ഏത്? ഉത്തരം മീൻ. അടുത്ത ചോദ്യം, ജലത്തിൽ സഞ്ചരിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്നത് എന്താണ്? അവയിൽ നിരനിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ. അടുത്ത ചോദ്യം, മത്സ്യത്തിൻ്റെ അനുകൂലനങ്ങൾ എന്തെല്ലാം? ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളും വാലുകളും, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം. അടുത്ത ചോദ്യം, മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്? ചെകിളപ്പൂക്കൾ. അടുത്ത ചോദ്യം, മരുഭൂമിയിലെ സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം മരുരൂഹങ്ങൾ. അടുത്ത ചോദ്യം, മരുരൂഹങ്ങളുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം? കനമുള്ളതും പച്ച നിറത്തിലുള്ളതുമായ തണ്ടുകൾ ജലം സംഭരിക്കാൻ കഴിയും. മെഴുകുപോലെ ആവരണമുണ്ട്. ഇത് ജലനഷ്ടം തടയുന്നു. ഇവയുടെ വേരുകൾ മണ്ണിലേക്ക് താഴ്ന്നിറങ്ങുന്നത് കൊണ്ട് വളരെ ആഴത്തിൽ നിന്നും ജലം വലിച്ചെടുക്കും. ഇലകൾ മുള്ളുകളായി മാറിയിരിക്കുന്നു. ഇത് ജലനഷ്ടം, മൃഗങ്ങളിൽ നിന്നും സംരക്ഷണം എന്നിവ നൽകുന്നു. അടുത്ത ചോദ്യം, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്? ഒട്ടകം. ഒട്ടകത്തിന് മരുഭൂമിയിൽ ജീവിക്കാൻ സഹായകമായ അനുകൂലനങ്ങൾ എന്തെല്ലാം? ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ മുതുകിലെ കൊഴുപ്പ് സഹായിക്കുന്നു. കൂടാതെ മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളാണ് ഒട്ടകത്തിന്. ഭക്ഷണവും വെള്ളവും കിട്ടാത്ത സാഹചര്യത്തിൽ മുതുകിലെ കൊഴുപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ജലസസ്യങ്ങളിലെ ഇലകളും പൂക്കളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? ഉത്തരം അവയുടെ തണ്ടിന് കൂടുതൽ നീളമുണ്ട്. തണ്ടിലും ഇലകളിലും വായു അറകളുണ്ട്. അടുത്ത ചോദ്യം, തവളയ്ക്ക് ജലത്തിലൂടെ വളരെ എളുപ്പം നീന്താൻ കഴിയുന്നത് എന്തുകൊണ്ട്? ഉത്തരം ബലമേറിയ പിൻകാലുകളും വിരലുകൾ തമ്മിൽ ചർമ്മബന്ധിതവും ആയതുകൊണ്ട്. തവളകൾ കരയിൽ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ശ്വാസകോശം ഉപയോഗിച്ച്. തവളകൾ വെള്ളത്തിൽ ശ്വസിക്കുന്നത് എന്തുപയോഗിച്ചാണ്? തൊലി. അടുത്ത ചോദ്യം, പെൻഗ്വിനിന് ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കാൻ സഹായകമായ അനുകൂലനങ്ങൾ എന്തെല്ലാം? ഉത്തരം ത്വക്കിനടിയിലുള്ള കൊഴുപ്പ് അതിശൈത്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. വെള്ളത്തിൽ നീന്താൻ അനുയോജ്യമായ ചിറകുകൾ, ചർമ്മബന്ധിതമായ കാലുകൾ, ഇടതൂർന്നതും വെള്ളം നിൽക്കാത്തതുമായ തൂവലുകൾ, ഭാരം കുറഞ്ഞ ശരീരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന അനുകൂലനങ്ങൾ ഏത് ജീവിയുടേതെന്ന് കണ്ടെത്തുക. എ, നീളമേറിയ കാലുകൾ, ബി, നീളം കൂടിയ കഴുത്ത്, സി, നീണ്ടുകൂർത്ത കൊക്ക്. ഉത്തരം ഏതാണ്? കൊക്ക്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? എ, നീർക്കോലി, കരയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ശൽക്കങ്ങൾ. ബി, ആമ, തുഴയാൻ കഴിയുന്ന നീണ്ടവാൽ.
സി താറാവ്, ചർമ്മബന്ധിതമായ വിരലുകൾ. ഡി തവള, ബലമേറിയ പിൻകാലുകൾ. ഉത്തരം ഏതാണ്? ബി ആമ, തുഴയാൻ കഴിയുന്ന നീണ്ടവാൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.